നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കണ്ണടച്ചാൽ നന്മ കാണാം. പരസ്പരമുള്ള പരാതികൾ ഓരോ കടലാസിൽ എഴുതാൻ ഭാര്യയും ഭർത്താവും തീരുമാനിച്ചു. വൈകുന്നേരം ഒരുമിച്ചിരുന്ന് വായിച്ച് കേൾപ്പിക്കാനാണ് പദ്ധതി. തിരിച്ചറിഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകാനാണത്. ഭാര്യ തൻ്റെ പരാതികളും ഭർത്താവിൻ്റെ കുറവുകളും മുഴുവൻ വായിച്ചു കേൾപ്പിച്ചു. മുഴുവൻ ശ്രദ്ധയോടെ കേട്ടിരുന്ന ഭർത്താവിനോട് അദ്ദേഹം എഴുതിയത് വായിക്കാൻ അവൾ പറഞ്ഞു. പലതായി മടക്കിയ കടലാസ് അയാൾ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് അവളോട് തന്നെ വായിക്കാൻ പറഞ്ഞു. ഹൃദയമിടിപ്പോടെ അത് തുറന്ന അവൾ അത്ഭുതപ്പെട്ടു. അത് ശൂന്യമായിരുന്നു. ഭർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പരാതിയുമില്ല. ആരും പൂർണ്ണരല്ല, ഒന്നിനെയും സമ്പൂർണ്ണമാക്കാനുമാകില്ല. എത്തിച്ചേരുന്ന സാഹചര്യങ്ങൾക്കും ഇടപെടേണ്ടി വരുന്ന ആളുകൾക്കും അനുസരിച്ച് പുനർനിർമ്മാണ സാധ്യതകൾ എല്ലാവരിലുമുണ്ട്. അവയെ അംഗീകരിക്കുക മാത്രമാണ് മാർഗം. കുറവുകളിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ ഒന്നിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കാനാകില്ല. എത്ര ന്യൂനതകൾക്കിടയിലും അതിൻ്റേതായ സൗന്ദര്യം എല്ലാറ്റിനും ഉണ്ടാകും. അതായിരിക്കും അതിൻ്റെ തനിമ. തങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്തുയരാൻ ക്രിയാത്മകമല്ലാത്ത ഇടപെടലുകൾ നടത്തുന്നതാണ് പലതിൻ്റെയും സ്വാഭാവിക നന്മ നഷ്ടപ്പെട്ടു പോകാൻ കാരണം. ബന്ധങ്ങളിലും ഇടപെടലുകളിലും അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരാൾക്കും മറ്റൊരാളുടെ അഭിലാഷങ്ങൾക്കൊത്ത് പെരുമാറാനാകില്ല. തങ്ങളുടേതായ താല്പര്യങ്ങളും മുൻഗണനകളും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. മറ്റൊരാളുമായി പൊരുത്തപ്പെടാനുള്ള ശ്രമം എല്ലാവരും നടത്തുന്നുണ്ട്. എത്ര ആത്മബന്ധങ്ങളിലും അംഗീകരിക്കാനാകാത്ത ചില പോരായ്മകൾ എല്ലാവരിലും ഉണ്ടാകും. ചെറിയ ന്യൂനതകളേക്കാൾ പ്രധാനമാണ് ആ ബന്ധം എന്ന യാഥാർത്ഥ്യ ബോധമാണ് സംസർഗം ദൃഢമാക്കുന്നത്. പഴിചാരാൻ തുടങ്ങിയാൽ വേർപിരിയലിന് ശേഷവും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ചില കാര്യങ്ങൾ ഒന്ന് കണ്ണടച്ചാൽ പരിഹരിക്കാവുന്നതേയുള്ളൂ. ഇന്നും നല്ലൊരു ദിവസമാണ്. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീൻ എസ്. നന്ദി. നമസ്കാരം.